ചെണ്ടയാട് സരസ്വതി വിജയം UP സ്കൂളിൽ നടന്ന സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്കാകെ വേറിട്ട അനുഭവമായി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒരുക്കിയാണ് സ്കൂൾ ലീഡർ ഡെപ്യൂട്ടി ലീഡർ തെരഞ്ഞെടുപ്പ് നടത്തിയത്. ചെണ്ടയാട് സരസ്വതി വിജയം UP സ്കൂളിൽ നടന്ന സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് പുതുമയാർന്ന അനുഭവമായി. സമ്പൂർണ്ണമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഫാസിൽ ഹർഷ് ടെലിവിഷൻ, റിഫ ഫാത്തിമ ക്ലോക്ക്, ഷഹർബാന ഫാൻ, സിയാൻ കസേര, ശ്രീഹരി ബക്കറ്റ്, ഉജ്ജ്വൽ ബൾബ് ചിഹ്നങ്ങളിലാണ് മത്സരിച്ചത്. തെരഞ്ഞെടുപ്പ് വേറിട്ട അനുഭവമായിരുന്നെന്ന് മത്സരാർത്ഥികൾ പറഞ്ഞു. ഇക്കൊല്ലത്തെ ലീഡർഷിപ്പ് തെരഞ്ഞെടുപ്പിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട്. ആദ്യമായാണ് ഞാൻ ലീഡർഷിപ്പ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് ഇതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാ ക്ലാസ്സുകളിലും കയറി ഇറങ്ങി പ്രചരണം നടത്തി. പ്രചരണം മുതൽ വോട്ടെടുപ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. നമ്മൾ ആദ്യമായിട്ടാണ് ഇലക്ഷനിൽ പങ്കെടുക്കുന്നത്. ആദ്യം നോമിനേഷൻ, പിന്നെ വോട്ടെടുപ്പ്, പ്രചരണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. നമ്മൾക്ക് ഒരു ജയിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അത് നമുക്ക് കാത്തിരിക്കാം. ഈ കൊല്ലത്തെ വോട്ട് തിരഞ്ഞെടുപ്പിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ ചിഹ്നം എല്ലാവർക്കും മൂല്യമായ ഒരു സാധനമാണ് സമയം. എല്ലാവരും എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ ഞാൻ ഈ സ്കൂൾ സ്നേഹപൂർവ്വം കൊണ്ടു നടക്കുന്നതാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് എനിക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. വോട്ടിംഗ് മെഷീനിലൂടെ എല്ലാ ക്ലാസ്സിലും കയറി ഇറങ്ങി ഞങ്ങൾ വളരെ മനോഹരമായി വോട്ടുകളുടെ കാര്യങ്ങൾ പറഞ്ഞെടുത്തു. പത്രികാ സമർപ്പണം, പ്രചരണം, മൗനപ്രചരണം, പോസ്റ്റർ ഒരുക്കം തുടങ്ങി പൊതു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുത്തി. കുട്ടികൾക്ക് ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ നേരിലറിയാനും അനുസരണവും സംഘാടനശേഷിയും വികസിപ്പിക്കാനും അവസരമായിരുന്നു ഈ പ്രവർത്തനമെന്ന് അധ്യാപകർ പറഞ്ഞു. നമ്മുടെ വിദ്യാലയമായ ചെണ്ടയാട് സരസ്വതി UP സ്കൂളിൽ നമുക്കറിയാം, ജനാധിപത്യത്തിൻ്റെ എല്ലാ ബാലപാഠങ്ങളും കുട്ടികൾ മനസ്സിലാക്കണം എന്നുള്ള വിധത്തിലാണ് നമ്മുടെ സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പും ഡെപ്യൂട്ടി ലീഡർ തിരഞ്ഞെടുപ്പും സജ്ജീകരിച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് വോട്ടിംഗ് മെഷീനെ പറ്റിയും എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ജനാധിപത്യ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, അതിൻ്റെ സൂക്ഷ്മ പരിശോധന, പേര് നിർദ്ദേശിക്കൽ, അതുപോലെ തന്നെ പ്രചരണം, എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നു പോയിക്കൊണ്ട് ഇന്നാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ കുട്ടികൾക്ക് വെറും വാശിയുമുണ്ട്. എന്നാലും നല്ല രീതിയിൽ ജനാധിപത്യ ബോധം കുട്ടികൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മുടെ അധ്യാപകന്മാരെല്ലാം വളരെ രീതിയിൽ തന്നെ എല്ലാവിധ കാര്യങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് അവർ വിജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക്. ഓരോ സ്ഥാനാർത്ഥിയും ആവേശകരമായ രീതിയിലാണ് അവരുടെ പ്രചരണം നടത്തിയിട്ടുള്ളത്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചത് തെരഞ്ഞെടുപ്പിന് സാങ്കേതിക മികവും കാര്യക്ഷമതയും നൽകുകയും ചെയ്തു. മികച്ച രീതിയിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികളിൽ നേതൃഗുണങ്ങൾ വളർത്താനും തുല്യമായ മത്സരഭാവം ഉറപ്പാക്കാനും വഴിയൊരുക്കി. തെരഞ്ഞെടുപ്പിലെ മത്സരഫലം ബുധനാഴ്ച പ്രഖ്യാപിക്കും.